ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ റെസിപ്പി കുക്കർ മത്തിയിട്ടിക്കറ്. അപ്പോൾ മീനെല്ലാം നിങ്ങൾ കുക്കറിൽ ഇതുപോലെ ആക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. വേഗം 5 മിനിറ്റിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഒരു മീനിൻ്റെ കറിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൽ റെഡിയാക്കുമ്പോഴത്തെ ഒരു കറി ആയിട്ടിക്കറ്. ഇത്ര ഈസി ആയിട്ടുള്ളവർക്ക് മീനിൻ്റെ കറി വേറെ ഇല്ലണ്ടേ ചൊല്ലാം. അത്ര ഈസി ആയിട്ടിക്കറ്. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഞാൻ കുറേ മുന്നല്ല എൻ്റെ ചാനൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുന്നിದ್ರೆ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നോക്കാം. ഇത് മത്തി എടുത്തിട്ട് ഞാനിവിടെ ഇത് മത്തിയിൽ മാത്രമല്ല എല്ലാ മീനിലും ആക്കണം. ഇപ്പോൾ അയിലൽ പിന്നെ അതേപോലെ വേറെ വലിയ മീനിലെല്ലാം ഞങ്ങൾ ആക്കണം. ഞാൻ എല്ലാ മീനിലും ആക്കറേ. അതായത് അഞ്ചൽ മഞ്ച് പിന്നെ അതേപോലെ അയില ഇതിലെല്ലാം ഞാൻ ആക്കറേ. മത്തിയിലും നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. അപ്പോൾ മത്തി ഞാൻ ഇത്ര മീൻ എടുത്തേ. ഇത് ഞങ്ങൾ ഒന്ന് കൽകി വെച്ചത് ഇത് ഒന്ന് മൂറിയിട്ട് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ മത്തിയെല്ലാം കുറേ ആളെല്ലാം മത്തി കൂട്ടില്ല ഞങ്ങളുടെ പോലെയല്ല. മത്തി കൂട്ടണം. മത്തി നല്ല പിന്നെ മക്കൾക്കും മീൻ കൊടുക്കണം. ഇത് ചെന്നെങ്കിൽ മക്കൾക്ക് ഞങ്ങൾ ഇപ്പോൾ മുള്ളുണ്ട് ചെന്നിട്ടല്ലേ ആറ് മക്കൾക്കെല്ലാം മത്തി കൊടുക്കില്ലേ. മത്തി അങ്ങനെ മുള്ളുണ്ട് ചെന്ന് വിടുത്തീരാ. മുള്ളെല്ലാം എടുത്തിട്ട് ഞങ്ങൾ മക്കൾക്ക് മത്തി കൊടുക്കണോ. അത്രയും നല്ല ആയിട്ടിക്കറ് തടിക്ക്. അപ്പോൾ മീനൂടെ ഞാൻ മൂറിയിട്ടിട്ട് ഒരു സൈഡിൽ വെച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പുളി വേണം. പുളി ഞങ്ങൾ ഒരു ഇത്ര പുളി എടുത്തിട്ട് ഒരു മീഡിയം സൈസിൽ ഒരു ലിമ്പയുടെ ഇത്ര വലിയ പുളി എടുത്തിട്ട് അതിൽ നേരം തണ്ണിൽ നനച്ചിട്ട് ഇതുപോലെ നല്ല ഒന്ന് കലക്കി എടുക്കണം. അപ്പോൾ പുളി കുറടെ ആക്കുത്തീരാ. പുളി ಬೇನ್ ಇದಕ್ಕೆ ನಾ ಕಾಟ್ರೆ ನಾನು. അപ്പോൾ ഇതുപോലെ നല്ല ഒന്ന് മിക്സ് ആക്കി എടുത്തത്. ഇതുപോലെ ഇത്ര തണ്ണി ഉണ്ട് കണ്ടല്ലേ. പുളിയിട്ട് തന്നെ ഒരു 1/4 കപ്പ് എത്ര ആവും ഇതിൽ. അപ്പോൾ ഇത് ഞങ്ങൾ കുക്കർക്ക് വീത്തി കൊടുക്കുക. എന്നുവെച്ചെന്ന പോലെ വേഗം 5 മിനിറ്റിൽ ഞങ്ങൾ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം വീത്തിരാ കണ്ടല്ലേ. ഇത്ര പുളിയിട്ട് തന്നെ ഉണ്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നതിൽ മഞ്ഞളുടെ പൊടി അതെല്ലാം ഇട്ട് കൊടുക്കുക. തെല്ല് മയ്യോ ഒരു 1/4 ടീസ്പൂൺ എത്ര മഞ്ഞളുടെ പൊടി. തെല്ല് ആറിട്ടെങ്കിൽ ഇടാം തെല്ല്. പിന്നെ അതേപോലെ ഒരു 1/2 സ്പൂൺ എത്ര ഇഞ്ചിയും വെല്ലുള്ളി ജണ്ടും കൂടി ഒരു 1/2 ടേബിൾ സ്പൂണും. പിന്നെ ഒരു 3/4 ടീസ്പൂൺ എത്ര കാശ്മീരി മുളക് പൊടി ചുമ വേണ്ട. ചെറിയ സ്പൂണിൽ ഒരു 3/4 സ്പൂൺ അത്ര ഇട്ട് കൊടുത്തത്. പിന്നെ തെല്ല് ഗരം മസാല ഞങ്ങൾ സാധാരണ മീൻ കറിക്കെല്ലാം ഗരം മസാല ഇടില്ല. ഇതിക്ക് ഞങ്ങൾ ഇടണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇട്ടില്ലെങ്കിൽ ബേബിസല ഞങ്ങൾ സ്കിപ്പാക്കറെങ്കിൽ സ്കിപ്പാക്കുക. പിന്നെ ബേച്ചൊപ്പെല്ലാം തെല്ല് ആറിടണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ಇದಕ್ಕೆ ಮೇನ್ ಆಯಿತು നല്ല മുളക് പൊടി വേണം. അപ്പോൾ അത് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് അവത്തിൽ പൊടിയാക്കരുത് ഉണ്ടുണ്ടെങ്കിൽ പൊടി ആക്കിയതിനെങ്കിൽ അത്രയും നല്ല. അപ്പോൾ ഞാനിവിടെ ചെറിയ സ്പൂണിൽ നിറച്ചും 2 സ്പൂണും പിന്നെ ഒരു 1/2 എടുത്തത് 2.5 സ്പൂൺ ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് ഞങ്ങൾ നോക്കിയിട്ട് മീനെല്ലാം നിങ്ങൾ ಯಾರೆടുക്കರೆങ്കിൽ നല്ല മുളക് പൊടി അതെല്ലാം നിങ്ങൾ ಯಾರಿಟ್ಟಂಗೈತೆ. അതിൽ പിന്നെ ടേസ്റ്റ് പിന്നെ എത്ര ഉപ്പോ പിന്നെ ഞങ്ങൾ തേങ്ങ ഒരു 3 ടേബിൾ സ്പൂൺ എത്ര തേങ്ങ വിത്തി കൊടുത്തത്. തേങ്ങനെല്ലാം ആക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. എല്ലാം ഞങ്ങൾ ഇത് ಬೇಚೊಪ್ಪು തെല്ലി ആറിടണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. പിന്നെ ചെന്നതാ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ക്ലീൻ ആക്കി വെച്ച മീൻ വിട്ടിട്ട് ഒന്ന് ഇതിൽ മിക്സ് ആക്കി കഴിത്ത്. അപ്പോൾ നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ടേസ്റ്റ് എല്ലാം നോക്കൂ. ഉപ്പു അതെല്ലാം ഈ ടൈമിൽ കറക്റ്റ് ആക്കി കൊടുത്തെങ്കೈತೆ. തണ്ണി എന്ത് ಬೀತಂಡ ഇതുപോലെ ಚಂದ ಮಿಕ್ಸ್ ಆಕಿ ಇಟ್ಕೊರು. ಇನಿಪ್ಪ ಬೇನು ಕಣ್ಣೆ ನಂಗೆ ಇಪ್ಪ ಗ್ರೇವಿ ಎಲ್ಲ ഒരു തെല്ല് ലൂസായിട്ട് ಬೇನು ಕಣ್ಣೆ ഒരു തെല്ല് ಬೇನಿಗೆ ತಣ್ಣಿ ಬೀತ. ഞാനിപ്പോൾ ഇത് തണ്ണി ബീത്തില്ല. തെല്ല് ഗ്രേവി ലൂസായിട്ട് ಬೇನು ಕಣ್ಣೆ തെല്ല് ಬೇನಿಗೆ തണ്ണി ബീത്തിരെങ്കിൽ ബീത്ത ഒരു തെല്ല് ചുമ ബീത്തണ്ട. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലെടുത്തെങ്കೈತೆ. ഒന്നും അല്ലെങ്കിൽ 2 വിസിൽ. ഇനിയിപ്പോൾ കുക്കറെല്ലാം വിസിൽ പോവാത്ത കുക്കറിന് കണ്ണെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചെങ്കೈತೆ മീഡിയം ഫ്ലെയിമിൽ. തീ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. 2 വിസിലായാൽ പിന്നെ 2 ഓഫാക്കി വെച്ചിട്ട് കണ്ടല്ലേ നിങ്ങൾ മീനിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ട്. മത്തിയുടെ കറി ഇത്രയും നിങ്ങൾ നോക്കിയാറല്ലേ എത്ര ഈസി ആയിട്ട് നിങ്ങൾ ആക്കുമ്പോഴത്തെ ഒരു മീനിൻ്റെ കറി ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങൾ കാണുമ്പോൾ കന്തോ ഇത് ഞങ്ങൾക്ക് ചൂട് ചോറുകയല്ല. ഞങ്ങൾക്ക് ഈ ഒരു കറി മാത്രമേ ഈ ഒരു മീനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ എന്ത് ಬೇನುಂಟಿಲ್ಲ. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. കണ്ടല്ലേ ഞങ്ങൾ ഇണ്ടത്തെ കുക്കർ മത്തിയോടെ റെഡി ആയിട്ട് എന്ന പോലെ ഇത് എല്ലാ മീനിലും ആക്കാം. മത്തിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. മത്തിയിൽ അയിലൽ എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. അപ്പോൾ ಇದಕ್ಕೆ ഞങ്ങൾ ചോറുಗೂ അതേപോലെ ഞാനിണ്ട് പുട്ട് കാക്കിരെ പുട്ടുಗೂ ചോറുಗೆಲ್ಲ നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്. ട്രൈ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും. നിങ്ങൾ കാണുമ്പോൾ ಅಂತ അത്ര ടേസ്റ്റ് ആയിട്ടിക്കറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.